Good afternoon, viewers. In bloodbath ആയിരുന്നു മാർക്കറ്റിൽ. മാർക്കറ്റ് വാസ് ആൻറ്റിസിപ്പേറ്റിംഗ് ദിസ്. ആക്ച്വലി ഐ വാസ് ആൻറ്റിസിപ്പേറ്റിംഗ് യെസ്റ്റർഡേ. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് ഒരു ചോപ്പി സെഷൻ ആയിരിക്കും എന്നുള്ള കാരണം. ഇന്ന് രാവിലെ തന്നെ ന്യൂസ് ഉണ്ടായിരുന്നു, അഡീഷണൽ 25% ടാരിഫ് ട്രംപ് ഇന്ത്യയുടെ മുകളിൽ ഇമ്പോസ് ചെയ്യാൻ പോകുന്നുള്ള കാര്യം. സോ ഇതുകൊണ്ടായിരുന്നു മാർക്കറ്റ് കുറച്ച് കറക്റ്റ് ചെയ്ത്. പക്ഷേ ഞാൻ കാണുന്നത്, ഈ പീപ്പിൾ ആർ ഹാവിങ് മണി, ദേ ക്യാൻ, ദിസ് ഈസ് എ ടൈം ദേ ഹാവ് ടു ഡിപ്ലോയ് സം ക്യാപിറ്റൽ ഇൻ ദ മാർക്കറ്റ്, especially there are some good stocks available in the market. So you know which are the good stocks I am telling. So thing is that ഇപ്പോൾ ഇന്ത്യനെ കുറിച്ച് പറയാൻ വെച്ചാൽ ഇന്ത്യൻ്റെ മൊത്തത്തിലുള്ള എക്കണോമിക് പ്രോസ്പെക്ട്സ് ആൻഡ് ബിസിനസ് എൻവിറോൺമെൻറ്റിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഇപ്പോൾ ഞാൻ കാണുന്നത് നെറ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇറ്റ് ഹസ് plummeted 99% month on month and plunged 98% year on year എന്നാണ് റിപ്പോർട്ട് കാണുന്നത്. സോ ഇതൊരു ഒരു ഒരു എന്താ പറയുക, ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി, ഇന്ത്യ ഈസ് നൗ കൺസിഡേർഡ് ആസ് ദ ഗ്രേവ് യാർഡ് ഫോർ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൽ ഞാനൊരു എക്സാമ്പിൾ പറയാൻ വെച്ചാൽ, ഇന്ന് സൊമാറ്റോയിൽ, നമ്മൾ ഇറ്റേണൽ എന്ന് പറഞ്ഞ സൊമാറ്റോ എന്നുള്ള കമ്പനിയിൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അത് കംപ്ലീറ്റ് ജാക്മായുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം അതിൻ്റെ ഭാഗത്ത് നിന്ന് വിഡ്രോ ചെയ്യുകയാണ്. അതുപോലെ പേ ടി എമ്മിൽ ഇന്നലെ കണ്ടിട്ട് അവർ വിഡ്രോ ചെയ്ത് പോകുന്നത് കംപ്ലീറ്റ്. സോ മോസ്റ്റ് ഓഫ് ദി FI ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കമ്പനീസൊക്കെ ഇന്ത്യയിൽ നിന്ന് ഇപ്പം ദേ ആർ അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്യാണ്. സോ അതെന്താണ് കാണിക്കുന്നത് വെച്ചാൽ, ഒന്ന്, ഇന്ത്യൻ്റെ കറൻസി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. പിന്നെ ഇപ്പോൾ ഈ ട്രേഡ് വാർ നടക്കുമ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ, വി ഡോണ്ട് ഇങ്ങനെയുള്ള ഈ പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ മീഡിയയും ഇന്ത്യൻ പൊളിറ്റീഷ്യൻസും, കാരണം നമ്മുടെ കുറേ യൂട്യൂബ് ചാനലുകാരും മലയാളത്തിലുള്ള ആൾക്കാരും ഇവരൊക്കെ ട്രംപിന്, ഐ മീൻ ദാറ്റ് ഇന്ത്യനെ കുറിച്ചിട്ട് മറ്റേ അമേരിക്കയായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചൈനയായിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും, ഇതുമാതിരിയുള്ള ടോക്സ് പലതും പറയുന്നുണ്ട്. പക്ഷേ ദിസ് ഡസൻറ്റ് ഹാപ്പൻ. കാരണം എന്ന് വെച്ചാൽ, ഇന്ത്യ മെയിൻലി എക്സ്പോർട്ട് ചെയ്യുന്നത് US എക്സ്പോർട്ട് ചെയ്യുന്നത് എന്താണ്, ആകെ ഷ്രിംപ്, ടെക്സ്റ്റൈൽസ്, പിന്നെ ഇപ്പോൾ കുറച്ച് മൊബൈൽ ഫോൺസ്, ഇതൊക്കെയാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ്, കുറച്ച് സോഫ്റ്റ്വെയർ, ഇതൊക്കെയാണ് ഇന്ത്യ മെയിൻലി എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ്റെ ഓൾമോസ്റ്റ് 88% എക്സ്പോർട്ടും പോകുന്നത് US. സോ അതിൻ്റെ മുകളിൽ ഇത്ര 50% ടാരിഫ് ചെയ്യാന്ന് വെച്ചാൽ, ഇറ്റ് വിൽ ബി എ ബിഗ് ബ്ലോ ടു ദ കൺട്രി. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് ഈ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ്റെ ഇൻഡസ്ട്രിയൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് നോക്കുകയെന്ന് വെച്ചാൽ, ഇന്ത്യ ഈസ് ഫേസിങ് big problems. കാരണം India is having a outdated technology, a limited capital and weak infrastructure. These are the problems which are difficult to solve in a short time. So നിങ്ങൾക്കറിയാം, നമ്മളെ ഇൻഫ്രാസ്ട്രക്ചർ അത്ര നല്ല ഇൻഫ്രാസ്ട്രക്ചറാണുള്ളത് നമ്മുടെ നാട്ടിലെ റോഡ്സും, പാർക്കിംഗ് സ്ലോട്ട്സുകളില്ല, റോഡ്സ് ഇല്ല, റോഡ് മുഴുവൻ കാർസ്, എല്ലാവർക്കും കാറുകളുണ്ട്, റോഡില്ല, യാതൊരു ഇൻഫ്രാസ്ട്രക്ചറും ഇല്ല. നിങ്ങൾ ഇന്ന് കാർ എടുത്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൗണിൽ നിന്ന് പോകാൻ പറ്റും, ഏതൊരു കാർ പോയിട്ട് ഒരു ബൈക്ക് എടുത്ത് പോയാലെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മൾ ടോക്ക് ചെയ്യുന്നത്, പിന്നെ എന്ത് ടെക്നോളജിയാണ് നമുക്കുള്ളത്? നമുക്കൊരു ഗൂഗിൾ ഉണ്ടോ, മൈക്രോസോഫ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതുപോലത്തെ നമ്മൾ എന്തെങ്കിലും സ്വന്തമായി ഡെവലപ്പ് ചെയ്ത ടെക്നോളജി ഇന്ത്യയിലുണ്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇതൊന്നും. ഇന്ത്യ, പിന്നെ നമ്മൾ പറയും നമ്മളൊക്കെ വലിയ പാട്രിയോട്ടിസം പറയുന്നത്, വി ആർ ഓൾ ഹിപ്പോക്രാറ്റ് ആൻഡ് സ്യൂഡോ പാട്രിയോട്ടിസം. നോ ബഡി വാണ്ട്സ് ടു ലിവ് ഇൻ ഇന്ത്യ ടുഡേ. നിങ്ങളെ മക്കളെല്ലാം അമേരിക്കയിലും അല്ലെങ്കിൽ യൂറോപ്പിലും മറ്റുള്ള കൺട്രിയിലും പോയി പഠിക്കാൻ വിടുക, അല്ലെങ്കിൽ അവിടെ പോയി താമസിക്കുക, അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞ കൂട്ട് പിന്നെ ആരും ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നില്ല. ഇപ്പോൾ IIT-യിലും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ പഠിച്ച കുട്ടികളൊക്കെ എല്ലാം ആകെ ഒരു ആംബിഷൻ എങ്ങനെയെങ്കിലും അമേരിക്കൻ പാസ്പോർട്ട് ഹോൾഡർ ആവാം. അമേരിക്കൻ പാസ്പോർട്ട് ഹോൾഡർ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയോട് പറയാം ഞങ്ങൾക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് വേണം. ആ ഡ്യുവൽ സിറ്റിസൺഷിപ്പിൽ ഞാൻ ഒരു കയ്യിൽ ഇന്ത്യൻ ഫ്ലാഗും മറ്റേ കയ്യിൽ അമേരിക്കൻ ഫ്ലാഗുമായിട്ട് ഏത് കൺട്രിയോട് നിങ്ങൾ പാട്രിയോട്ടിസം, ഏത് കൺട്രിയുടെ? ബേസിക്കലി ഇന്ത്യൻസ് ആർ ബ്ലഡി ഹിപ്പോക്രാറ്റ്സ് എന്ന് എനിക്ക് പറയാനുള്ളത്. സോറി ടു യൂസ് ദ വേർഡ്. വെറുതെ പറയാമെന്ന്. കാരണം ഇവിടെ ആരും പാട്രിയോട്ടിക് അല്ല. കാരണം വെച്ചാൽ നോ പാട്രിയോട്ടിസം. വെറുതെ പൊളിറ്റിക്കൽ ഗെയിന് വേണ്ടി പാട്രിയോട്ടിസം പറഞ്ഞ് നടക്കുന്ന കുറേ മലയാളത്തിലെ വിഡ്ഢികളായ കുറേ യൂട്യൂബ് ചാനൽമാരുണ്ട്. എനിക്കറിയാം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. സോറി, ഞാൻ യൂസ് ചെയ്യുന്ന വാക്കുകൾ എനിക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നും. എനിവേ ഐ വിൽ കം ടു ദി സ്റ്റോക്ക് നൗ. സോ ഞാനിത് കാണുന്ന നല്ല നല്ല സ്റ്റോക്സുകൾ, അഡാനി പോർട്ട് ആൻഡ് ഇൻഫോസിസ് ഒക്കെ എത്ര ക്യാഷിൻ്റെ ഹാൻഡുള്ള കമ്പനിയാണ്. സോ ദീസ് ആർ ദ കമ്പനീസ്. ഇങ്ങനെയുള്ള വെതറിൽ, ഇങ്ങനെയുള്ള ടഫ് ടൈംസിൽ അവർക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനികളാണ് ഇതൊക്കെ.
പിന്നെ ഇന്ന് TCSന് എല്ലാ എംപ്ലോയീസിനും സാലറി ഹൈക്ക് കൊടുക്കാമെന്ന് കേട്ടു. അത് പകുതി ആൾക്കാരെയും അവർ ടെർമിനേറ്റ് ചെയ്തു. പിന്നെ അവർ സാലറി ഹൈക്ക് ബാക്കിയുള്ള ആൾക്കും കൂടി കൊടുത്തിട്ടില്ല, അവരും കൂടി കമ്പനി വിട്ടുവെന്നറിയാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവർക്ക് സാലറി ഹൈക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത്ര അധികം ആൾക്കാരെ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ കമ്പനി ഗെറ്റ് ക്യാഷ്, ദേ ക്യാൻ പോസിറ്റീവ്ലി ഇൻക്രീസ് ദ സാലറി ഓഫ് ദ അതർ പീപ്പിൾ ഓൾസോ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റും സ്റ്റോക്ക് പ്രൈസുമാണ്. ഇന്നലെ ഇപ്പോൾ അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടില്ല, പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റും സ്റ്റോക്ക് പ്രൈസും തമ്മിലുള്ള റിലേഷൻ എന്താ വെച്ചാൽ ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് പ്രൈസ് ഓഫ് സ്റ്റോക്ക്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ സ്റ്റോക്ക് പ്രൈസസ് ആർ ഡിറ്റർമിൻഡ് ബൈ ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ആണ്. So if the interest rate falls and all other variables remain unchanged, stock price will rise. പക്ഷേ അങ്ങനെ സാധാരണ സംഭവിക്കാറില്ല. കാരണം all other variables do not stay the same. So if a fall in interest rate is caused by the decline in growth, then the future cash flows are reduced and the impact on stock prices is ambiguous. അതാണ് ഞാൻ പറയുന്നത്. സോ പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾക്കറിയായിരിക്കും, അമേരിക്കയിലുള്ള വലിയൊരു മിൽട്ടൺ ഫ്രീഡ്മാൻ എന്ന് പറഞ്ഞ അമേരിക്കൻ എക്കണോമിസ്റ്റ്. അയാളാണ് ഈ ഫ്രീ മാർക്കറ്റ് എക്കണോമിക് ക്യാപിറ്റലൈസേഷൻ അഡ്വക്കേറ്റ് ചെയ്ത ആൾ. സോ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇൻഫ്ലേഷൻ ഈസ് ടാക്സേഷൻ വിത്തൗട്ട് ലെജിസ്ലേഷൻ. സോ ദാറ്റ് ഈസ് കറക്റ്റ്. ഇന്ത്യയിലുള്ള ഇൻഫ്ലേഷൻ നിങ്ങൾക്കറിയില്ല എത്ര ഇൻഫ്ലേഷനാണ് ഇന്ത്യയിലുള്ളത് എന്നുള്ള കാര്യം. പിന്നെ അതുപോലെ ഈ ഗവൺമെൻറ് മണി സപ്ലൈ കൺട്രോൾ പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇറ്റ് വാസ് ദ ഗോൾഡ്, മണി സപ്ലൈ ഷിഫ്റ്റഡ് ഫ്രം ഗോൾഡ് ടു ദ ഗവൺമെൻറ്. ദാറ്റ് ഈസ് അനദർ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ഫോർ ദ ഇൻഫ്ലേഷൻ. പണ്ട് കാലത്ത് അമേരിക്കയിൽ ഡോളർ ഈസ് ഈക്വലൻ ടു ഗോൾഡ്. യു ക്യാൻ എൻകാഷ് ഗോൾഡ് എവറിവെയർ ടു ഡോളർ. പക്ഷേ ഇന്നത് മാറി. കാരണം ബിക്കോസ് ഓഫ് ദിസ് ഗവൺമെൻറ് ക്യാൻ ഓൾവേസ് പ്രൊവൈഡ് ഇനഫ് ലിക്വിഡിറ്റി. സോ ദ പ്രൈസസ് ഡു നോട്ട് ഡിക്ലൈൻ. സോ അതാണ് ഇന്നിപ്പം ഗവൺമെൻറ് ചെയ്യുന്നത് വെച്ചാൽ ഇവർ ചെയ്യുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രിൻറ്റിങ് കറൻസി, അതുപോലെ ഫെഡറൽ ബാങ്ക് പ്രിൻറ്റിങ് ഡോളർ. സോ ദർ ഈസ് നോ നീഡ് ടു കീപ് ഗോൾഡ്. ദേ ക്യാൻ പ്രിൻറ്റ് വാട്ട് എവർ മണി ദേ ക്യാൻ മാർക്കറ്റിൽ അത്രയും പമ്പ് ചെയ്യാൻ പറ്റും. സോ ദ ഇൻഫ്ലേഷൻ വിൽ ഡെഫിനറ്റ്ലി ഗോ അപ്പ്. സോ ഞാനിപ്പോൾ കാണുന്നത് നിഫ്റ്റിൻ്റെ ലെവൽസ് പറഞ്ഞാൽ നിഫ്റ്റി ഇന്നിപ്പോൾ ക്ലോസിംഗ് ആണ്. സോ നിഫ്റ്റി നന്നായി കയറി കഴിഞ്ഞു. നല്ല റിമൂവാണ് ചെയ്തത്. 24,000 ഇപ്പോൾ നിഫ്റ്റി ഈസ് എ വെരി ബിഗ് മൂവ് ആക്ച്വലി. ലാസ്റ്റ് മൂവ്മെൻറ്റിലേക്ക് നിഫ്റ്റിക്കായി ഇപ്പോൾ 24,473 വരെ എത്തിക്കഴിഞ്ഞു. സോ എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ ബീയിങ് മൈ ചാനൽ. ഹാവ് എ നൈസ് ഡേ.